കേരള കോൺഗ്രസ് എമ്മിന്റെ മുന്നണി മാറ്റ അഭ്യൂഹങ്ങൾക്കിടെ LDF-ൽ ഉറച്ചു നിൽക്കുമെന്ന് ജോസ് കെ മാണിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. ആദ്യ പോസ്റ്റ് തിരുത്തിയിറക്കിയ കുറിപ്പിലാണ് LDF-ൽ ഉറച്ചു നിൽക്കുമെന്ന് അവകാശപ്പെടുന്നത്. LDF-ൽ തുടരുമെന്ന് അറിയിച്ച മന്ത്രി റോഷി അഗസ്റ്റിനും പ്രമോദ് നാരായൺ MLA-യും പോസ്റ്റ് ഇട്ടതിന് ശേഷമാണ് ജോസ് കെ മാണി നിലപാട് അറിയിച്ചത്. ജോസ് കെ മാണി LDF-ന്റെ മധ്യമേഖലാ ജാഥ ക്യാപ്റ്റൻ സ്ഥാനം ഒഴിയുമെന്ന് CPIM നേതൃത്വം സ്ഥിരീകരിച്ചു. UDF പ്രവേശത്തെ ചൊല്ലി കേരള കോൺഗ്രസ് എമ്മിനകത്ത് രൂക്ഷമായ ഭിന്നത നിലനിൽക്കുമ്പോഴാണ് ജോസ് കെ മാണിയുടെ നിലപാട് പ്രഖ്യാപനം. ഇടതുമുന്നണിയിൽ ഉറച്ചു നിൽക്കുമെന്ന് ഫേസ്ബുക്ക് പോസ്റ്റിൽ ജോസ് കെ മാണി വ്യക്തമാക്കി. ആദ്യ പോസ്റ്റിൽ തിരുത്തൽ വരുത്തിക്കൊണ്ടാണ് ജോസ് കെ മാണി പാർട്ടിയിൽ ഭിന്നതയില്ലെന്നും കൂടി അറിയിച്ചിരിക്കുന്നത്. UDF പ്രവേശത്തെ ചൊല്ലി പാർട്ടിയിൽ ഭിന്നതയുണ്ടെന്ന വാർത്തകൾക്ക് പിന്നാലെയാണ് ജോസ് കെ മാണിയുടെ വിശദീകരണം. UDF-ലേക്കുള്ള മടങ്ങിപ്പോക്കിനോട് മന്ത്രി റോഷി അഗസ്റ്റിനും പ്രമോദ് നാരായൺ MLA-യ്ക്കും യോജിപ്പുണ്ടായിരുന്നില്ല. ഇടതുമുന്നണിയിൽ തുടരുമെന്ന് ഫേസ്ബുക്കിൽ ഇരുവരും പോസ്റ്റിട്ടിരുന്നു. ഇത് സംബന്ധിച്ച ചർച്ചകൾ മുറുകുന്നതിനിടെയാണ് ജോസ് കെ മാണി നിലപാടിൽ വ്യക്തത വരുത്തിയത്. ഞങ്ങളുടെ ഒരു പാർട്ടി, ഞങ്ങൾ ക്രെഡിബിലിറ്റി ഉണ്ട്, ഒരു ധാർമ്മികതയുണ്ട്. ആ ക്രെഡിബിലിറ്റിയും ധാർമ്മികതയും ഒരു കാര്യത്തും പണയം വെച്ചിരിക്കുന്ന ഒരു പാർട്ടിയല്ല. അതെല്ലാം വ്യക്തമാക്കിയിട്ടുണ്ട്. ചെയർമാൻ തന്നെ വ്യക്തമാക്കി. ഇന്നലെ പോലും പങ്കെടുക്കാത്തതിന്റെ കാരണം ചെയർമാന്റെ സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഇത്തരം കാര്യങ്ങൾക്ക് ഒരു പ്രസക്തിയില്ലാത്ത കാര്യമില്ല. LDF-ന്റെ മധ്യമേഖലാ ജാഥ ക്യാപ്റ്റൻ സ്ഥാനം ജോസ് കെ മാണി ഏറ്റെടുക്കില്ല. പകരം സർക്കാർ ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ് ആയിരിക്കും ജാഥ നയിക്കുക. UDF ഇന്നത്തെ സ്ഥിതിയിൽ തിരിച്ചു വരാൻ ഒരു സാധ്യതയില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് കനകൂലിന്റെ പുതിയ ഉപദേശമാണ് എങ്ങനെയെങ്കിലും അപ്പുറത്തുനിന്ന് ആരെങ്കിലും പിടിക്കാൻ പറ്റുമോ, അതിനുവേണ്ടി ആരെ പിടിച്ചാൽ ഊരെ പിടിക്കാമെന്നുള്ള രൂപത്തിൽ എല്ലാവരുടെയും പുറകെ ഇങ്ങനെ നടക്കുക. ഒരു ആത്മവിശ്വാസം ഇല്ലാത്തതിന്റെ ഭാഗമാണത്. ജോസ് കെ മാണി വിഭാഗത്തിന്റെ മുന്നണി മാറ്റം UDF ചർച്ച ചെയ്തിട്ടില്ലെന്ന് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ചൂണ്ടിക്കാട്ടുന്നു. ആരുടെയും പിന്നാലെ നടക്കേണ്ട എന്നാണ് പറഞ്ഞതെന്നും ആരും വരേണ്ട എന്ന് പറഞ്ഞിട്ടില്ലെന്നും കേരള കോൺഗ്രസ് എക്സിക്യൂട്ടീവ് ചെയർമാൻ മോൻസ് ജോസഫ് പ്രതികരിച്ചു. അങ്ങനെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അവരെ കൂടി ചേർക്കേണ്ടതുണ്ടെങ്കിൽ UDF ആലോചിക്കട്ടെ. ആലോചിക്കുമ്പോൾ കേരള കോൺഗ്രസിന്റെ അഭിപ്രായം പറയാം. ഞങ്ങൾ ഇതുവരെ ഈ വിഷയത്തിൽ എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു സ്റ്റാൻഡ് എടുത്തിട്ടില്ല. പൊളിറ്റിക്കൽ ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.